ഡിസംബർ 12 വ്യാഴാഴ്ച, ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ച. മത്തായി 11 മുതൽ 15 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ഗോദലൂപ്പിലെ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തിലെ ഈ തിരുനാൾ ഒരു പ്രധാനപ്പെട്ട തിരുനാളാണ്. 1531 ഇന്നത്തെ മെക്സിക്കോ സിറ്റിക്കടുത്തുള്ള ഒരു തദ്ദേശവാസിയായ ജുവാൻ ഡീഗോയ്ക്ക് പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടു. അവളുടെ രൂപം മെക്സിക്കോയിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക അനുഗ്രഹമായി മാറി. അവർ ലേഡി ഓഫ് ഗോദലൂപ്പിൻ്റെ കഥ ആരംഭിക്കുന്നത് ടെപ്പയാക്കുന്നിൽ ജുവാൻ ഡിഗോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവളുടെ ബഹുമാനാർത്ഥം ഒരു പള്ളി പണിയാൻ പരിശുദ്ധ മറിയം ആവശ്യപ്പെട്ടതോടെയാണ്. താൻ സത്യദൈവത്തിൻ്റെ അമ്മയായി സ്വയം അവതരിപ്പിക്കുകയും ജുവാൻ ഡിയാഗോയോട് അവൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. സ്പാനിഷ് ഭരണത്തിന് കീഴിൽ ബുദ്ധിമുട്ടിയിരുന്ന തദ്ദേശീയരായ ജനങ്ങൾക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദേശം അർത്ഥപൂർണമായി മാറി. ജുവാൻ ഡിയാഗോയുടെ ടിൽമയിൽ അല്ലെങ്കിൽ പുറം വസ്ത്രത്തിൽ മറിയത്തിൻ്റെ അത്ഭുതകരമായ ചിത്രം പതിഞ്ഞു. ലോകമെമ്പാടുമുള്ള തദ്ദേശീയർക്കും കത്തോലിക്കർക്കും ആഴത്തിലുള്ള അർത്ഥം നൽകുന്ന ചിഹ്നങ്ങൾ നിറഞ്ഞതാണ് ഈ ചിത്രം. അത് ഇന്നും മെക്സിക്കോ സിറ്റിയിലെ അവർ ലേഡി ഓഫ് ഗോദലൂപ്പ് ചർച്ചിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുടെ രക്ഷാധികാരിയായിട്ടാണ് ഗോഡലൂപ്പിലെ മാതാവ് അറിയപ്പെടുന്നത്. മാതാവിൻ്റെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും സംരക്ഷണത്തിൻ്റെയും സന്ദേശം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. കത്തോലിക്കർക്ക്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയിലുള്ളവർക്ക്, പരിശുദ്ധ മറിയം പ്രത്യാശയുടെയും ഐക്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ്. അത് ശക്തമായ രീതിയിൽ ഇന്നും തുടരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യോഹന്നാനേക്കാൾ വലിയവരായി ആരും ജനിച്ചിട്ടില്ലെന്ന് കർത്താവ് ജനങ്ങളോട് പറയുന്നു. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണെന്നും യേശു പ്രസ്താവിക്കുന്നു. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയവർ ആരാണ്? നമ്മുടെ പട്ടണത്തിലോ നമ്മുടെ ഗ്രാമത്തിലോ കുടുംബത്തിലോ നമ്മിൽ ഏറ്റവും ചെറുത് ആരാണ്? സുവിശേഷങ്ങളിൽ ഉടനീളം യേശു നഷ്ടപ്പെട്ടവരുടെയും അല്ലെങ്കിൽ ചെറിയവരുടെയും ഏറ്റവും കുറവുള്ളവരെയും കാണുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതായി കാണാം. നമ്മുടെ ജീവിതത്തിലുള്ള ഈ ചെറിയവരെ കാണാനുള്ള കാതും കണ്ണും ഹൃദയവും നമുക്കുണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഏറ്റവും ചെറിയവരെ കാണാൻ നമുക്ക് കണ്ണുണ്ടാകണമേ എന്ന്. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ ഉള്ള കൃപ നമുക്കുമുണ്ടാകട്ടെ. ഒരുപക്ഷെ വളരെ ലളിതമായി അവരെ കാണുമ്പോൾ ഒന്ന് അഭിവാദ്യം ചെയ്യുന്നതോ ശ്രദ്ധിക്കുന്നതോ ആയിരിക്കാം. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സഹായം ചെയ്യുന്നതാകാം. നമുക്ക് ഈ പ്രവൃത്തികൾ നിസ്സാരമായി തോന്നിയേക്കാം. എന്നാൽ അത് സ്വീകരിക്കുന്നവർക്ക് അതൊരു വലിയ സമ്മാനമായിരിക്കും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR
from Kerala.